സ്കില്ലും ടാലന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യഥാർത്ഥത്തിൽ പലരും ഈ ടാലന്റിനെയും സ്കില്ലിനെയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആയി പോകുകയോ അല്ലെങ്കിൽ പരസ്പരം തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും പറയുന്നത് എനിക്ക് എന്താണ് എൻ്റെ കഴിവെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ എന്തെങ്കിലും കഴിവുകൾ എനിക്കുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല, നാട്ടുകാർക്കും തോന്നുന്നില്ല, എൻ്റെ ബന്ധുക്കൾക്കും തോന്നുന്നില്ല, എൻ്റെ പേരൻസിനും തോന്നുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കും തോന്നുന്നില്ല. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവും ഇല്ലാത്ത ആളാണ്. സോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല എന്ന് ചിന്തിക്കുന്നവരോടാണ് എനിക്ക് പറയുവാനുള്ളത്, ഒരു കഴിവുമില്ലാതെ ജനിക്കുന്നവർ ആരുമില്ല. ഇനി നിങ്ങൾക്കിനി ഒരു കഴിവുമില്ലെന്ന് തന്നെ വെച്ചോ, നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ സ്കില്ലും ടാലന്റും, നിങ്ങൾ പറയുന്ന കഴിവ് എന്ന് പറയുന്നത് ടാലന്റ് ആണ്. ആക്ച്വലി നിങ്ങൾക്ക് സ്കില്ല് കൊണ്ട്, അതായത് നിങ്ങൾ ആർജിച്ചെടുക്കുന്ന, നിങ്ങൾ പുതിയതായി പഠിച്ച് എടുക്കുന്ന, ഇവിടെ നമുക്ക് ഇന്നത്തെ ലോകത്തിന് ആവശ്യമുള്ള സ്കിൽസ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കോടികൾ സമ്പാദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര റിച്ച് ലൈഫിലേക്ക്, ഒരു ഇൻസ്പയറിംഗ് ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാം. സോ അതിനാണ് ഡ്രീം പ്രണർ മെന്റർഷിപ്പ്.